പിന്നെ ഞാൻ പറയുന്ന അയാൾ കേൾക്കുന്നില്ല, അയാൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധി ഉണ്ട്. കാരണം അത് അയാൾ അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരിക്കും, ഇവർ മനസ്സിലാക്കിയത് വേറെ രൂപമായിരിക്കും. അപ്പോൾ ഇതിന് ശരിക്കും ഒരു പരിഹാരം നാം നിർദ്ദേശിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. ഇവിടെ നമ്മൾ പലപ്പോഴും എന്താ വിചാരിക്കണ അറിയോ, എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരകർ നമ്മളാണെന്നാണ് നമുക്ക് വിചാരിക്കുന്നത് അല്ലേ. എൻ്റെ വീട്ടിലത്തെ മുഴുവൻ പ്രശ്നം പരിഹരിക്കാൻ എന്നെ കൊണ്ട് കഴിയും. ഇതാണ് പുരുഷന്മാരായ ആളുകൾ വിചാരിക്കുന്നത്, ഭാര്യമാരാണെങ്കിൽ അവരും വിചാരിച്ചു. പക്ഷെ അവിടെ ഒരു ചെറിയ തിരുത്തൽ നമുക്ക് തിരുത്താനുണ്ട്. ഒരു പക്ഷേ നമ്മൾ പരിഹരിക്കാൻ വേണ്ടി തുനിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, അത് ആ വിള്ളൽ കൂടി കൂടി വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പരിഹാരം എന്തല്ല, ഒരു പരിഹാരമല്ല, അത് പ്രശ്നമാണ് അല്ലേ. ആ പ്രശ്നം നമുക്ക് പരിഹരിക്കണം. അതെങ്ങനെ പരിഹരിക്കുക? അതിനാണ് കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. കൗൺസിലർമാരുടെ അടുത്ത് പോകാറ് എന്തോ ഒരു അപരാധം പോലെയാണ് ഇപ്പോഴും ചില ആളുകളൊക്കെ മാനസികമാണ്. അതെ, ഞാൻ പറഞ്ഞത് ഒരു സൈക്കാട്രി ഡോക്ടറെ കാണിക്കേണ്ട സ്റ്റേജിലൊക്കെ എത്തിയ ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു സൈക്കാട്രി ഡോക്ടറെ കാണിക്കുന്നത് എന്തോ വല്ല തെറ്റ് വന്നതുപോലെയാണ്. അങ്ങനെ ഒരിക്കലല്ല. ശരീരത്തിൻ്റെ പല അവയവങ്ങൾക്കും രോഗങ്ങൾ വരുന്നത് പോലെ, നമുക്ക് പനി വരുന്നത് പോലെ, തലവേദന വരുന്നത് പോലെ, ഏതെങ്കിലും ശരീരഭാഗത്ത് വേദന വരുന്നത് പോലെ മനസ്സിനും എന്ത് ചെയ്യും, ചില അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും ഇതൊക്കെ ഉണ്ടാവും. അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സമയത്ത് നല്ലൊരു കൗൺസിലർ അടുത്ത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനുള്ള നല്ല പരിഹാരങ്ങൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. പക്ഷെ ഒരു കൗൺസിലർ അടുത്ത് പോയിട്ടും അദ്ദേഹം പറയണം നമ്മളോട്, ഒരു സൈക്കാട്രി ഡോക്ടറെ കാണിക്കണം, നിങ്ങളൊരു ഡിപ്രഷൻ സ്റ്റേജിൻ്റെ ഒരു ലാസ്റ്റിലാണ്, അപ്പോൾ മരുന്നെടുക്കണം എന്ന് അവിടെ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ നമ്മൾ തന്നെ ഒരു സ്വയം വിധിച്ചുണ്ട്, അതൊന്നുമില്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് വിചാരിച്ച് പോരാൻ പാടില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ പരിഹരിച്ചേ മതിയാവും, ആ ഡോക്ടറെ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിന് മടിയും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പനി വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടറെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രോഗം മാനസികമായിട്ട് മനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അത്രയും പ്രയാസങ്ങളുണ്ടെങ്കിൽ, വീട്ടിലെ പ്രശ്നങ്ങളാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാവട്ടെ, എന്തിനും നിരാശ അടഞ്ഞു നിൽക്കുന്ന കാര്യം അല്ലെങ്കിൽ എന്തിനും ഒരു സംശയിക്കുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുക, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കൗൺസിലറെ നമ്മൾ അടുത്ത് പോവുകയും അയാളുടെ സഹായം നമ്മൾ തേടുകയും നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നുള്ളതാണ്.